അമീബിക് മസ്തിഷ്ക ജ്വരം കോഴിക്കോട് ജില്ലയിൽ ആശങ്കയുടെ കരിനിഴൽ വീഴ്ത്തുന്നു. ഈ മാരകമായ രോഗം ബാധിച്ച് 2 പേർ കൂടി മരണപ്പെട്ടതോടെ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതയിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ എണ്ണം 10ആയി ഉയർന്നിട്ടുണ്ട്. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന 2 ദാരുണമായ മരണങ്ങൾ രോഗത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞും 52 വയസ്സുള്ള ഒരു സ്ത്രീയുമാണ് മരിച്ചത്. ഇത് രോഗം ഏത് പ്രായത്തിലുള്ളവരെയും ബാധിക്കാമെന്നതിന്റെ സൂചന നൽകുന്നു. ഓമശ്ശേരി സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞാണ് 28 ദിവസത്തോളം വെന്റിലേറ്ററിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞ ശേഷം മരണത്തിന് കീഴടങ്ങിയത്. കുഞ്ഞിന് രോഗം ബാധിച്ചത് കിണറ്റിലെ വെള്ളത്തിൽ നിന്നാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഈ കണ്ടെത്തൽ ശുദ്ധജല സ്രോതസ്സുകളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു. കോഴിക്കോട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ കിണറുകളിലെയും കുളങ്ങളിലെയും വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചു. ഈ പരിശോധനാ ഫലങ്ങൾ രോഗത്തിന്റെ ഉറവിടം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ പൊതുബോധത്തിൽ അത്ര പരിചിതമല്ലാത്ത ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. നെയ്ജേരിയ ഫൗലറി എന്ന ഒറ്റ കോശജീവിയായ അമീബയാണ് ഈ രോഗത്തിന് കാരണം. ഈ അമീബകൾ തലച്ചോറ് തിന്നുന്ന അമീബ എന്ന പേരിലും അറിയപ്പെടുന്നു. സാധാരണ 25 ഡിഗ്രി സെൽഷ്യസിനും 46 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള ചൂടുള്ള ശുദ്ധജലത്തിൽ ഇവ കാണപ്പെടുന്നു. നദികൾ, തടാകങ്ങൾ, നീരുറവകൾ, ചൂടുള്ള കുളങ്ങൾ, ശുദ്ധീകരിക്കാത്ത കിണറുകൾ എന്നിവയാണ് ഇവയുടെ പ്രധാന ആവാസ കേന്ദ്രങ്ങൾ. ക്ലോറിനേഷൻ ചെയ്യാത്ത നീന്തൽ കുളങ്ങളിലും ഈ അമീബകൾക്ക് അതിജീവിക്കാൻ കഴിയും. ഈ അമീബ അടങ്ങിയ വെള്ളം മൂക്കിലൂടെ തലച്ചോറിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് രോഗം ബാധിക്കുന്നത്. അവിടെ വെച്ച് അമീബ നാഡീവ്യവസ്ഥയെയും തലച്ചോറിനെയും ആക്രമിക്കുന്നു. ഇത് ഗുരുതരമായ വീക്കത്തിനും കോശങ്ങളുടെ നാശത്തിനും കാരണമാകുന്നു. രോഗലക്ഷണങ്ങൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും രോഗിയുടെ നില അതീവ ഗുരുതരമായി വഷളാവുകയും ചെയ്യും. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ രോഗലക്ഷണങ്ങൾ സാധാരണ മെനിഞ്ചൈറ്റിസ് രോഗത്തിൻ്റെതുമായി വളരെ സാമ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ രോഗനിർണയം പലപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞതാണ്. അമീബ ശരീരത്തിൽ പ്രവേശിച്ച് ഏകദേശം 1 മുതൽ 12 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. പ്രധാന ലക്ഷണങ്ങൾ കടുത്ത തലവേദന, ഛർദിയും ഓക്കാനവും, കഴുത്ത് സ്റ്റിഫ്നസ്, അപസ്മാരം, ബോധനഷ്ടപ്പെടൽ, ഭ്രമങ്ങൾ. ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഉടൻ തന്നെ വൈദ്യസഹായം നേടേണ്ടത് അനിവാര്യമാണ്. പ്രധാന രോഗലക്ഷണങ്ങൾ കടുത്ത തലവേദന, പനി, ഛർദിയും ഓക്കാനവും, കഴുത്ത് സ്റ്റിഫ്നസ്, അപസ്മാരം, ബോധം നഷ്ടപ്പെടൽ, ഭ്രമങ്ങൾ. ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടത് അനിവാര്യമാണ്. രോഗനിർണയത്തിനായി രോഗിയുടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പരിശോധന നടത്താറുണ്ട്. ഈ പരിശോധനയിലൂടെ അമീബയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കും. എന്നാൽ രോഗം തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ രോഗിയുടെ നില ഗുരുതരമായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന രോഗം കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യപരമായ ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. നെയ്ഗ്ലേറിയ ഫൗലറിയ എന്ന അമീബയാണ് ഈ രോഗത്തിന് കാരണം. ഈ അമീബയ്ക്ക് അതിജീവിക്കാൻ കഴിയുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. ചൂടുള്ള ശുദ്ധജലം. ഈ അമീബ 25 ഡിഗ്രി സെൽഷ്യസിനും 46 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള ചൂടുള്ള വെള്ളത്തിൽ വളരാൻ ഇഷ്ടപ്പെടുന്നു. വേനൽക്കാലത്ത് കിണറുകളിലും കുളങ്ങളിലും വെള്ളത്തിന്റെ താപനില ഉയരുമ്പോൾ ഇവയുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നഗരവൽക്കരണം കാരണം ജലസ്രോതസ്സുകളിലേക്ക് രാസവസ്തുക്കളും മറ്റു മാലിന്യങ്ങളും കലരുന്നത് ഈ അമീബയുടെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കാം. വളരെ ചെറിയ കുട്ടികളും പ്രായമായവർക്കും പ്രതിരോധശേഷി കുറഞ്ഞ മറ്റ് രോഗികൾക്കും രോഗം വേഗത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അമീബയുള്ള വെള്ളം കുടിക്കുന്നതിലൂടെ ഈ രോഗം പകരില്ല. ഈ അമീബ മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ മാത്രമാണ് രോഗബാധ ഉണ്ടാകുന്നത്. മൂക്കിന്റെ ഉൾഭാഗത്തുള്ള സെൻസറി ഞരമ്പുകളിലൂടെ സഞ്ചരിച്ച് തലച്ചോറിലേക്ക് എത്താൻ ഇതിന് കഴിയും. അവിടെ എത്തിയാൽ അമീബ തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കാൻ തുടങ്ങുന്നു. ഇത് മസ്തിഷ്കത്തിൽ ഗുരുതരമായ വീക്കത്തിനും രക്തസ്രാവത്തിനും കാരണമാകുന്നു. ഈ അവസ്ഥയാണ് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് നിലവിൽ ഫലപ്രദമായ ഒരു ചികിത്സയില്ല എന്നത് ഈ രോഗത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. രോഗം വളരെ അപൂർവമായതിനാൽ ഈ മേഖലയിൽ കൂടുതൽ ഗവേഷണം നടന്നിട്ടില്ല. ഈ രോഗം വേഗത്തിൽ പുരോഗമിക്കുന്നതിനാൽ പലപ്പോഴും രോഗം തിരിച്ചറിയുമ്പോഴേക്കും ചികിത്സ നൽകാൻ വൈകുന്നു. രോഗലക്ഷണങ്ങൾ മറ്റ് അസുഖങ്ങളുടേതിന് സമാനമായതിനാൽ ഡോക്ടർമാർക്ക് പെട്ടെന്ന് രോഗം നിർണ്ണയിക്കാൻ കഴിയാതെ വരാറുണ്ട്. നിലവിൽ മരുന്ന് കോമ്പിനേഷനുകളാണ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത്. മിക്കപ്പോഴും ഇത് രോഗിയുടെ നില മെച്ചപ്പെടുത്താൻ സഹായിക്കില്ല. ലോകമെമ്പാടുമുള്ള ഗവേഷകർ രോഗനിർണയം വേഗത്തിലാക്കാനും ഫലപ്രദമായ ചികിത്സ കണ്ടെത്താനുമുള്ള ശ്രമങ്ങളിലാണ്. പുതിയ മരുന്നുകൾ വികസിപ്പിക്കാനുള്ള പരീക്ഷണങ്ങളും നടക്കുന്നുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് ഫലപ്രദമായ ഒരു ചികിത്സ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പലപ്പോഴും രോഗം ബാധിച്ച ഒരാൾ മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആഫ്യോടെറിസിൻ ബി,
അസിത്രോമൈസിൻ, ഫ്ലുവാസനോൾ, റിഫാമിൻ തുടങ്ങിയ മരുന്നുകൾ സംയോജിപ്പിച്ചുള്ള ചികിത്സയിലാണ് സാധാരണയായി നൽകുന്നത്. എന്നാൽ ഈ ചികിത്സാ രീതിക്ക് രോഗം ഭേദമാക്കാൻ എല്ലായ്പ്പോഴും കഴിയാറില്ല. ചികിത്സയേക്കാൾ കൂടുതൽ പ്രാധാന്യം പ്രതിരോധത്തിനാണ്. രോഗം തടയുന്നതിനായി ആരോഗ്യവകുപ്പ് ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കിണറുകളും മറ്റ് ജലസ്രോതസ്സുകളും ക്ലോറിനേഷൻ നടത്തുക. കുടിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും തിളപ്പിച്ച വെള്ളം മാത്രം ഉപയോഗിക്കുക. ശുദ്ധമല്ലാത്ത പുഴകളിലും കുളങ്ങളിലും നീന്തുന്നത് ഒഴിവാക്കുക. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ജലത്തിന്റെ താപനില ഉയരുമ്പോൾ അമീബയ്ക്ക് പെട്ടെന്ന് പെരുകാൻ കഴിയും. കുളിക്കുമ്പോഴോ നീന്തുമ്പോഴോ മൂക്കിൽ വെള്ളം കയറുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ ജനങ്ങൾ ആശങ്കയിലാണ്. എന്നാൽ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും ജാഗ്രത പാലിക്കുകയാണ് പ്രധാനമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗം വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് പകരില്ല. ഇത് വെള്ളത്തിലൂടെ മാത്രം പകരുന്ന രോഗമാണ്. ആരോഗ്യ വകുപ്പ് മന്ത്രി സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ രോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. പ്രാദേശിക തലത്തിൽ ആശാപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ നൽകുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ഒരു പ്രത്യേക സംഘം രോഗികളെ ചികിത്സിക്കാൻ ശ്രമിച്ചു വരികയാണ്. മറ്റ് വിദഗ്ധരുമായി കൂടി ആലോചിച്ച് ചികിത്സാ രീതികൾ മാറ്റങ്ങൾ വരുത്താനും ശ്രമിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധി ഘട്ടത്തെ ഒറ്റക്കെട്ടായി നേരിടാൻ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങൾ വിശ്വസിക്കാതെ ഔദ്യോഗിക വിവരങ്ങൾ മാത്രം ആശ്രയിക്കുക.